വെൽക്കം ടു PSC ബിഗിനേഴ്സ് ഹെൽപ്പ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് SCERT സയൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ ഏതിൻ്റെ സങ്കരയിനമാണ്? ആൻസർ തെങ്ങ്. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ. ലക്ഷഗംഗയെക്കുറിച്ച് സാധാരണ PSC എക്സാമുകളിൽ ചോദിച്ച് കാണാറുണ്ട്. ഇനി വേണമെങ്കിൽ ചന്ദ്രലക്ഷ വരാം, ചന്ദ്രശങ്കര വരാം. അത് 7th സ്റ്റാൻഡേർഡിലെ ബുക്കിലുള്ളതാണ്. തെങ്ങിൻ്റെ സങ്കര ഇനമാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. കുറച്ച് സങ്കരയിനം വിത്തിനങ്ങൾ കൂടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അവ നോക്കാം. നെല്ലിൻ്റെ പവിത്ര, ഹ്രസ്യ, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ വിത്തിനം ഏത്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ വിത്തിനം ഏത്? ആൻസർ പ്രിയങ്ക. ആൻസർ പ്രിയങ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം? കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം ആൻസർ മണ്ണൂത്തി, തൃശ്ശൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീകാര്യം, തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് ആസ്ഥാനം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് ആസ്ഥാനം കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെ? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെ? ആൻസർ കോട്ടയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ? ആൻസർ കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് ഡാഷ്. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് ഡാഷ്. ആൻസർ വിള പര്യയം. ആൻസർ വിള പര്യയം. ഇംഗ്ലീഷ് വേർഡ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ. നമ്മുടെ നാട്ടിൽ നെൽപ്പാടത്ത് ഉഴുന്ന്, പയർ എന്നിവയൊക്കെ കൃഷി ചെയ്ത് കാണാറില്ലേ? അത് ഇതിനൊരു എക്സാമ്പിളാണ്. ആംബുലൻസിൽ ആംബുലൻസ് എന്ന വേർഡ് തിരിച്ച് എഴുതുന്നതിന് കാരണമായ പ്രതിഭാസം. ആംബുലൻസ് എന്ന വേർഡ് തിരിച്ച് എഴുതുന്നതിന് കാരണമായ പ്രതിഭാസം. ആൻസർ ലാറ്ററൽ ഇൻവേർഷൻ, പാർഷിക വിപര്യം. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വെച്ചാൽ മിറർ പോലുള്ള റിഫ്ലക്റ്റിംഗ് സർഫേസസിലെ പ്രകാശം പതിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ടും നമ്മൾ കാണും. ഇതാണ് ലാറ്ററൽ ഇൻവേർഷൻ. ആംബുലൻസിൻ്റെ കേസിൽ ആംബുലൻസ് കടന്നു പോകുമ്പോൾ ആംബുലൻസിൻ്റെ മുന്നിലുള്ള വാഹനത്തിലെ ഡ്രൈവർ ആംബുലൻസിനെ കാണുന്നത് അതിലെ മിററിലൂടെയാണ്. അപ്പോൾ ആ മിററിലൂടെ കാണുമ്പോൾ നമുക്കറിയാം മിറർ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസാണ്. അപ്പോൾ മിററിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡ്, ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡിനെ ലെഫ്റ്റ് സൈഡായിട്ടും അങ്ങനെ അതാണ് കാണുന്നത്, തലതിരിഞ്ഞാണ് കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആംബുലൻസ് തിരിഞ്ഞാണ് വേർഡ് ഉള്ളതെങ്കിൽ ആ മുന്നിലുള്ള ഡ്രൈവർ ആ മിററിലൂടെ കാണുന്നത് ശരിക്കും ആംബുലൻസ് എന്ന് എഴുതിയിട്ടായിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആംബുലൻസിന് വഴി കൊടുക്കും. അതുകൊണ്ടാണ് ആംബുലൻസ് തിരിച്ചെഴുതുന്നത്. ഓക്കെ, കാരണം ലാറ്ററൽ ഇൻവേർഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ദർപ്പണത്തിന് വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്? ഡാഷ് ദർപ്പണത്തിന് വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ആൻസർ എന്തായിരിക്കും? ആൻസർ
കോൺകേവ് മിറർ ആയിരിക്കും. കോൺകേവ് ദർപ്പണം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ദർപ്പണത്തിലൂടെ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു. ഡാഷ് ദർപ്പണത്തിലൂടെ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു. ഓപ്ഷൻസായി കൊടുത്തിട്ടുള്ളത് കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. ആൻസർ കോൺവെക്സ് ദർപ്പണം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് അപവർത്തനം? എന്താണ് അപവർത്തനം? റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? ആൻസർ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു വെള്ളം നിറച്ച ഗ്ലാസ്സിൽ പെൻസിൽ ഇടുക. അപ്പോൾ നമ്മൾ ആ പെൻസിൽ മുറിഞ്ഞതുപോലെ കാണും. അത് ഈ അപവർത്തനത്തിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംവ്രജന ലെൻസ്, കൺവേർജിങ് ലെൻസ്. ആൻസർ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? കടന്നു വരുന്ന പ്രകാശരശ്മികളെ എല്ലാം കൂട്ടിമുട്ടിക്കുന്നു. അങ്ങനെയുള്ള ഒരു ലെൻസാണ് കോൺവെക്സ് ലെൻസ്, അതായത് സംവ്രജന ലെൻസ്, കൺവേർജിങ് ലെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവ്രജന ലെൻസ്, ഡൈവേർജിങ് ലെൻസ് ഏത്? ആൻസർ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ത് ചെയ്യുന്നു? കടന്നു വരുന്ന പ്രകാശരശ്മികളെ എല്ലാം വിഭജിക്കുന്നു, അതായത് കൂട്ടിമുട്ടിക്കാതെ ഓരോ ദിശയിലേക്കും അത് കടത്തിവിടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് പ്രകീർണനം? എന്താണ് ഡിസ്പേർഷൻ? ആൻസർ, സൂര്യപ്രകാശം അതിൻ്റെ 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൂര്യപ്രകാശം അതിൻ്റെ 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഡിസ്പേർഷൻ, പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നത് ഏത്? നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത്? ആൻസർ ആൽക്കലി. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ആൽക്കലിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോരിൽ അടങ്ങിയ ആസിഡ്. മോരിൽ അടങ്ങിയ ആസിഡ് ലാക്റ്റിക് ആസിഡ്. ടെക്സ്റ്റ് ബുക്കിൽ ചില ഭക്ഷ്യപദാർത്ഥങ്ങളും അതിലടങ്ങിയ ആസിഡും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വിനാഗിരി അസറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. ഇവയൊക്കെയും ഇമ്പോർട്ടൻ്റ് ആണ്. വിനാഗിരി അസറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. അതുപോലെ തന്നെ ഉറുമ്പിൽ അടങ്ങിയ ആസിഡ് ഏത്? ആൻസർ ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ആൻസർ ഹൈഡ്രജൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആൻസർ ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കത്തുന്ന വാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? കത്തുന്ന വാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ആൻസർ ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനോഫ്തലിൻ ആസിഡിൽ ഡാഷ് നിറം കാണിക്കുന്നു. ഫിനോഫ്തലിൻ ആസിഡിൽ ഡാഷ് നിറം കാണിക്കുന്നു. നിറം കാണിക്കുന്നില്ല, നിറമില്ല. ആൻസർ നിറമില്ല. ഫിനോഫ്തലിൻ എന്നത് ഒരു സൂചകമാണ്. ആസിഡാണോ ബേസാണോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഫിനോഫ്തലിൻ. അപ്പോൾ ഈ ഫിനോഫ്തലിൻ ആസിഡിൽ നിറം കാണിക്കില്ല. ഫിനോഫ്തലിൻ ആൽക്കലിയിൽ ഡാഷ് നിറം കാണിക്കുന്നു. ഫിനോഫ്തലിൻ ആൽക്കലിയിൽ ഡാഷ് നിറം കാണിക്കുന്നു. ആൻസർ പിങ്ക് നിറം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഡാഷ് നിറം കാണിക്കുന്നു. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഡാഷ് നിറം കാണിക്കുന്നു. ആൻസർ ഇളം പിങ്ക്. മീഥൈൽ ഓറഞ്ചും ഒരു സൂചകത്തിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഥൈൽ ഓറഞ്ച് ആൽക്കലിയിൽ ഡാഷ് നിറം കാണിക്കുന്നു. മീഥൈൽ ഓറഞ്ച് ആൽക്കലിയിൽ ഡാഷ് നിറം കാണിക്കുന്നു. ആൻസർ ഇളം മഞ്ഞ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് സ്വപോഷികൾ? ആരാണ് ഓട്ടോട്രോഫ്സ്? സ്വയം ആഹാരം നിർമ്മിക്കുന്നവരാണ് സ്വപോഷികൾ. ആൻസർ ഹരിതസസ്യങ്ങൾ. എക്സാമിൽ ആരാണ് സ്വപോഷികൾ എന്നൊന്നും ഉണ്ടാവില്ല. സ്വയം ആഹാരം നിർമ്മിക്കുന്നവരാണ് ഡാഷ്. ആൻസർ സ്വപോഷികൾ, ഓട്ടോട്രോഫ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരാണ് ഡാഷ്. ആൻസർ പരിപോഷികൾ, ഹെറ്ററോട്രോഫ്സ്. ആൻസർ എക്സാമ്പിൾ എന്താണ്? ആനിമൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നിർജ്ജലീകരണം? എന്താണ് നിർജ്ജലീകരണം? അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ, അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ് ഡാഷ്. ആൻസർ നിർജ്ജലീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഡാഷ്. ആൻസർ ചാലകങ്ങൾ, അതെല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഇൻസുലേറ്ററുകൾ? അത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണെന്നും നിങ്ങൾക്കറിയാം. ഓരോ ഉപകരണങ്ങളും അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വൈദ്യുത സെല്ലാണ്. വൈദ്യുത സെല്ലിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ആ തേർഡ് കോളത്തിൽ കാണുന്നത്. അടുത്തത് ബാറ്ററി, ബാറ്ററിയെ സൂചിപ്പിക്കുന്നത് കാണുന്നുണ്ട് അവിടെ. പിന്നെ ബൾബ് പ്രകാശിക്കുന്ന നിലയിൽ, സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ, സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ, ബസർ. പിന്നെ കാണുന്നത് ഫ്യൂസ് കാണുന്നുണ്ട്, ചാലക കമ്പി കാണുന്നുണ്ട്. ഇവയുടെ സിമ്പിൾസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് സേഫ്റ്റി ഫ്യൂസ്? എന്താണ് സേഫ്റ്റി ഫ്യൂസ്? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. എന്താണ് സേഫ്റ്റി ഫ്യൂസ്? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി മുൻകൂട്ടി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. പക്ഷെ ഇപ്പോൾ സേഫ്റ്റി ഫ്യൂസ് അല്ല, അതിന് പകരം MCB ആണ് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. MCB ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് ഇപ്പോൾ വീടുകളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഇതോടുകൂടി 7th സ്റ്റാൻഡേർഡ് SCERT സയൻസ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.